ഇതിൻ്റെ ടേസ്റ്റ് അപ്പാരം തന്നെ. കുറഞ്ഞ ചേരുവ കൊണ്ട് നമുക്ക് വെറൈറ്റി ഒരു മാങ്ങാക്കറി ഉണ്ടാക്കാം. മാങ്ങ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, പോയി കയറി പറിച്ച് 2-3 പറിച്ച്. നോസ്റ്റാൾജിയ. മാങ്ങ കാണുമ്പോൾ തന്നെ പണ്ടത്തെ കാലം ഓർമ്മ വരും. എല്ലാ മാവിൻ ചുവട്ടിലും എത്തി മാങ്ങ പെറുക്കി കഴിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ബാല്യകാലത്ത്. മാങ്ങ കാണുമ്പോൾ ഇതൊക്കെയാണ് ഓർമ്മ വരിക. അതായാലും നമ്മൾ പറഞ്ഞ് മാങ്ങ ചെത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെത്തി നോക്കാം. വലിയ കഷ്ണങ്ങളല്ല, ചെറിയ പീസുകളായിട്ടാണ് ഞാൻ ഇന്നിവിടെ കറി ഉണ്ടാക്കാൻ ചെത്തുന്നത്. ഈ മാങ്ങ ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യണേ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്കിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരുമിച്ച് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കാം. ഇത് കടുമാങ്ങയായിട്ടും മാങ്ങാക്കറിയായിട്ടും ഒക്കെ നമുക്ക് പേരിടാം. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ഈ മാങ്ങാക്കറി ഉണ്ടാക്കുന്നത്. ഇത്തരം നാടൻ വിഭവങ്ങളുടെ കറികളും ഉപ്പേരികളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത്. മാങ്ങ ഇവിടെ അരിഞ്ഞ് കഴിഞ്ഞു. നമുക്കിത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. മാങ്ങ നല്ലവണ്ണം കഴുകിയതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞത്. അതിനാൽ പിന്നെ കഴുകേണ്ടതില്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച്, ഇത് മൂടത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം. തീ സ്വല്പം കൂട്ടിയതിന് ശേഷം വെക്കുക. നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണമല്ലോ, അതിനുവേണ്ടി തീ കുറച്ച് കൂട്ടുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടി ശർക്കര അരിഞ്ഞെടുക്കാം. ഞാനിതാ കത്തി കൊണ്ട് ഇങ്ങനെ ഒരു വലിയ ആണി ശർക്കര എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കറി വേവാറായിട്ടുണ്ട്, പകുതി വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി വേവിക്കാം. വെന്ത് കുറുകി വരുമ്പോഴാണ് ഇതിന് ഒരു ടേസ്റ്റ് വരിക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ചെറുതാക്കി അരിഞ്ഞു വെച്ച ശർക്കര നമുക്കിതിലേക്ക് ചേർക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇതിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. മധുരം നോക്കിയതിന് ശേഷം പോരെങ്കിൽ കുറച്ചുകൂടി ശർക്കര നമുക്കിതിൽ ചേർക്കാം. ശർക്കര ചേർത്തപ്പോൾ നല്ലൊരു സ്മെല്ല് വന്നു. എരിവും പുളിയും മധുരവും നല്ലൊരു കോമ്പിനേഷൻ. നമുക്കിത് കുറച്ചുകൂടി വേവിക്കാം. വെള്ളം വറ്റി കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ഒരു ടേസ്റ്റ് വരികയുള്ളൂ. അതിനാലാണ് വെള്ളം ഇങ്ങനെ വറ്റിക്കുന്നത്. ഇത് കുറുകി വന്നിട്ടുണ്ട്. കറിയിലെ വെള്ളമെല്ലാം വറ്റിയിട്ടത്. നമുക്കിത് ഇറക്കി വെക്കാം. ഇതിലേക്ക് വറവിടാനായി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. അതിനുശേഷം നമുക്കിതിൽ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് മുളക് മുറിച്ചതും കൂടെ, ചുവന്ന മുളക് മുറിച്ചതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഇതാ തയ്യാറായിരിക്കുന്നു. ചോറിൻ്റെ കൂടെ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. നാടൻ മാങ്ങ കൊണ്ടുണ്ടാക്കി ഈ നാടൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.